സ്വയംഭോഗം കൈകൊണ്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല. പകരം അയാള് ഉപയോഗിക്കുന്നത് ഒരു കുട്ടിയാണ്, ചെറിയ കുട്ടിയാണ്. അയാൾ ഉപയോഗിക്കുന്നത് ബെഡാണ്. അതിന് ന്യൂ ജനറേഷൻ വിളിക്കുന്ന ഒരു പേരും ഉണ്ട്. അതിന്റെ പേരാണ് പ്രോൺ മാസ്റ്റർബേഷൻ. ഓക്കെ. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ എന്താ പറയാ, എന്തിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്? തീർച്ചയായിട്ടും വികലമായിട്ടുള്ള ഒരു രീതിയാണ് ല്ലേ? ഒരു വിചിത്രമായിട്ടുള്ള ഒരു രീതിയാണ്. അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ഏഹ്, നമ്മൾ സ്വാഭാവികമായിട്ട് മാസ്റ്റർബേഷൻ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അത് തന്നെ പാടില്ല എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും അത് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് വലിയ ദുരന്തത്തിലേക്കാണ്. അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, അയാളുടെ പ്രശ്നം ഹാർഡായിട്ട് ഇത്തരത്തിലുള്ളത് വേണമെന്നുള്ളത് ആദ്യം തന്നെ ഇയാൾ തുടങ്ങി ശീലിച്ചതുകൊണ്ട് തന്നെ പിന്നീട് അങ്ങോട്ട് ഹാർഡായിട്ടുള്ള ചിന്തകളാണ് ഇയാളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. വികലമായിട്ടുള്ള ശീലങ്ങൾ എപ്പോഴും വികലമായിട്ടുള്ള മാനസികാവസ്ഥയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് ഓർത്ത് വെക്കുക.